എന്താണ് അറിയേണ്ടത്? ഇതുവരെ തീർന്നില്ലേ നിന്റെ സംശയങ്ങള്? ഇല്ല, അതൊരിക്കലും തീരില്ല അച്ഛാ. ഓ, എന്നാ ചോദിക്ക്. പഴയത് തന്നെ അച്ഛാ. കുട്ടികളുടെ സംസാരം എന്തെന്നാ വലിയൊരു കേക്കണത്. ആ, പിന്നെ അതുമ്മേ തന്നെ അള്ളിപ്പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഒന്ന് നിർത്തന്റെ ഐഷുവേ. നിർത്തില്ലേ കേട്ടാ? അവർക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവര് നിർത്താൻ പോണില്ല. പക്ഷെ എന്നാലും നിസ്സാര കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുന്ന എനിക്ക് സഹിക്കണില്ല കേട്ടാ. ഈ രഘുവേട്ടന് ഒന്നും അറിയില്ല. പലപ്പോഴും കുട്ടികൾ വാശി പിടിച്ച് കരയുന്നതേ നമ്മളെ തെറ്റുകൊണ്ട് തന്നെയാണ്. നമ്മളെന്തുട്ടാ ചെയ്തേ? അവര് കരയുമ്പോ നമ്മളൊന്നെങ്കിൽ മൈൻഡ് അടിക്കില്ല, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും. അവർക്ക് വേണ്ട ഉത്തരം പറഞ്ഞാല് ഇത് രണ്ടിന്റെ ആവശ്യമില്ല, അവര് കരച്ചിൽ നിർത്തിക്കോളും. എന്നാ ഞാനില്ല, നീ തന്നെ ശ്രമിച്ചോളൂ എന്റെ പൊന്നെ. പൈസന്റെ സംശയം എന്താണ്? വലിയവരെന്തിനാണ് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കണേന്നുള്ളതല്ലേ? അത് നിങ്ങൾ കുട്ടികൾക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാനാണ്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ അബദ്ധമൊന്നും പറ്റാറില്ല. എന്തേ? ലക്ഷണം കണ്ടിട്ട് രേഖേട്ടാ ഇവരെല്ലാം കേട്ടിട്ടുണ്ട്. ഓ, കേട്ടാലും കുഴപ്പമില്ല. ഒരു മനുഷ്യന്റെ അബദ്ധത്തിൽ നിന്ന് ഇവരെങ്കിലും പാഠം പഠിക്കട്ടെ. ദാസിനെ നീയുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില്? ഏയ്, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കാനായിട്ട്? നീയും കൂടി കേൾക്കണായിരുന്നു. ഈ പ്രേമിക്കുന്ന സമയത്തെ പോലെ അല്ലല്ലോ കല്യാണം കഴിച്ചു കഴിയുമ്പോ. അതെന്തായാലും നീ കേൾക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അല്ല രേഖേട്ടാ, ഇവനെന്തുണ്ടാ കേക്കണേ? ഇവരൊക്കെ സ്നേഹിക്കുമ്പോ എന്താ വിചാരം? ഈ പെണ്ണിനപ്പുറം വേറെ ലോകമില്ല, മറ്റതാണ് മറിച്ചതാണെന്ന്. പക്ഷെ കല്യാണം കഴിയുമ്പോഴാണ് ആ പെണ്ണിനെ കൊണ്ട് തന്നെ ലൈഫ് കോഞ്ഞോട്ടയാവാൻ ചാൻസ് ഉണ്ട് എന്ന് അറിയണത്. അപ്പൊ ഒരാളുടെ എക്സ്പീരിയൻസ് പറയുമ്പോ ഇവനത് അറിയണ്ടേ? അതിന് ഇവൻ ആരെങ്കിലും സ്നേഹിക്കണുണ്ടോ രേഖേട്ടാ? അതിന് മറുപടി ഞാൻ പറയാം. മാമ ഒരക്ഷരം മിണ്ടാണ്ടിരിക്കണേട്ടാ. അത് മാമനെ ഞാൻ വല്ല അഫയറിലും ചെന്ന് ചാടിയാല് ഇതാവും സ്ഥിതിന്ന് പറഞ്ഞു വരികയായിരുന്നു അല്ലേ മാമ? കറക്റ്റ്, അത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ. നീ എന്തിനാ വെറുതെ എഴുതപ്പുറം വായിച്ചത്? ഓ, അങ്ങനെ ഞാൻ ആകെ ഭയന്ന് പോയിട്ടാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവനെ കുറിച്ചൊരു 100 കൂട്ടം സംശയമുള്ളതാ. അതിന്റെ പുറമെ ഏട്ടനോട് പറഞ്ഞപ്പോ ഇപ്പഴാ ഒരു സമാധാനായേ. മാമ വെച്ചിട്ടുണ്ട്. ഓ, അച്ഛനെ ഒതുക്കിയപ്പോ ദേ മൂള് തുടങ്ങിയിരിക്കണു. മഞ്ജുട്ടിയെ, ഫ്രിഡ്ജിലെ ഐസ്ക്രീമിനെ പറ്റി പറഞ്ഞ ഈ സാധനത്തിനെ അങ്ങോട്ട് കൊണ്ടുപോട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം നടക്കും. ഇവനോട് കേട്ടോട്ടെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേഖേട്ടാ? എന്താണ്? ആരായിരിക്കും അവർണയ്ക്ക് ബിജുവിനെ ട്രാപ്പ് ചെയ്യാൻ സഹായിച്ച ആൾ? അതെനിക്കെങ്ങനെ അറിയാം? ഒന്നുകിൽ അവളുടെ ഏതെങ്കിലും റിലേറ്റീവ്, അല്ലെങ്കിൽ കൂടെ പഠിച്ച ഏതോ ഒരാൾ. അതറിയണമെങ്കിൽ ഒരു വഴിയുണ്ട്. എന്താണ്? ബിജുവേട്ടന്റെ ചെകയാൻ നോക്ക്. പൊന്നശ്വിനെ, ഇവന്റെ പാസ്റ്റ് ചെകഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? രഹസ്യങ്ങള്. ഓ, ഇവളെ ഞാൻ ഇനി ആ രഹസ്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്ത് പ്രയോജനം കല്ലുവേ? എനിക്കല്ല, ബിജുവിന് വല്ല പ്രയോജനം ഉണ്ടാവുന്നെങ്കിലോ? അങ്ങോട്ട് പറഞ്ഞ വാക്കുകള് എന്റെ മനസ്സിൽ കിടന്ന് കറങ്ങാരൊക്കെ കേട്ടാ. ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ലോകത്തില് ഒരാണും ഒരു പെണ്ണിനെയും ഇത്രത്തോളം സ്നേഹിച്ച് കാണില്ല. നോക്ക് കല്ലുവേ, അവൻ എന്റെ നല്ലൊരു സുഹൃത്താണ്. അവന്റെ വിഷമത്തിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അവനെ സഹായിക്കാൻ പറ്റും? നമുക്കല്ല, ആ വ്യക്തിക്ക് ഒരു പക്ഷെ കഴിഞ്ഞേക്കും. അതൊരു വില്ലൻ അല്ലെങ്കിൽ. എനിക്ക് തോന്നണത് നല്ലൊരു ഉദ്ദേശത്തിലാണ് ആ വ്യക്തി ബിജുവിനെ അവർണെ ഒരുമിപ്പിച്ചെങ്കിൽ ബിജുവിനെ സ്വാധീനിച്ച പോലെ തിരിച്ച് അവർണെ സ്വാധീനിക്കാനും കഴിയാണ്ടിരിക്കോ? കഴിയും. ഹലോ, ഇതിപ്പോ എവിടെ പോയി തപ്പി പിടിക്കാനാണ്? ഇവൻ പറഞ്ഞ പോലെ ബിജുവിനോട് പോയി ചോദിക്കാനോ? അവൻ അറിയായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അത് പറഞ്ഞേനെ. അത് ശരിയാണല്ലോ, ബിജുവിന് അങ്ങനെ ഒരാളിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാവില്ല. ഒന്നാമത് അങ്ങനെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ അതറിയാവുന്ന ഒരാൾ ഈ ഏരിയ തന്നെ ഉണ്ട്. പെട്ടെന്ന് പറ, ആരത്? അപർണ. ചെല്ല്, ഓടിപ്പോയി ചോദിക്ക്. അമ്മോ, ഞാനില്ല. എന്നാ പിന്നെ വിട്ടേക്ക്. ബിജുവിന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. മണി 6 എനിക്ക് വിളക്കൊടുത്താനുണ്ട്. അല്ല രഘുവേട്ടാ, പോയോ? എന്നാലും ഞാനിത് ആരോട് തിരക്കും? തൽക്കാലം മാമി ഒരു കാര്യം ചെയ്യ്. എന്താ എന്താ എന്താ? ആരോടും തിരക്കണ്ട. മാമൻ പറഞ്ഞ പോലെ വെറുതെ ഇരിക്ക്. ദേ, വിളക്ക് കൊളുത്തണ നേരത്തെ പ്രാർത്ഥിക്കാൻ ചെന്നില്ലെങ്കിൽ മാമൻ വഴക്കാ തുടങ്ങും. അതുകൊണ്ട് ഞാൻ പോണേണ്, വരണമെങ്കിൽ വായോ. എന്റെ മുമ്പിലുള്ള എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷെ എന്റെ മനസ്സ് പറയണു, ഒരു ദിവസം ദൈവം ആ വാതിൽ തുറന്നിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബിജുവിന്റെ ജീവിതം മാറാൻ പോണത്. നോക്കിക്കോ. എന്റെ പൊന്നു ദൈവമേ, എത്രയും പെട്ടെന്ന് അതൊന്നും നടന്നു കിട്ടണേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എന്നാ പിന്നെ ഞാൻ
കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടാ. ബെൽ ഐക്കൺ ഡിങ് ഡോങ്